الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم بالأمر إذا عزمت فتوكل على الله إن الله يحب المتوكلين. സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യം വസിയത്ത്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് താങ്കൾക്ക് താങ്കളുടെ കൂടെയുള്ളവരോടൊപ്പം ലയിച്ചു ചേരാൻ കഴിഞ്ഞത്. താങ്കൾ പരുഷ സ്വഭാവിയോ കഠിന ഹൃദയനോ ആയിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റുമുള്ള ആളുകൾ വിട്ടുപിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് കൂടെയുള്ളവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തിനർത്ഥിക്കുക, കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അവരുമായി കൂടിയാലോചിക്കുക. കൂടിയാലോചിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തീരുമാനം നടപ്പാക്കുക. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ ഓതി വെച്ചതായിരുന്നു, വിശദീകരിക്കാൻ പറ്റാതെ പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് പറഞ്ഞു, അള്ളാഹു എന്നോട് 9 കാര്യങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോടും വസിയത്ത് ചെയ്യാണ്. അനുയായികളോടാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്ന ഈ വസിയത്ത് അള്ളാഹു എനിക്ക് നൽകിയ വസിയത്താണ്. അതിലൊന്നാമത്തെ വസിയത്ത് തഖ്വയുള്ളവരായിരിക്കണം നിങ്ങൾ എന്നതാണ്. അള്ളാഹു റസൂലിനോട് പറഞ്ഞത് നീ തഖ്വയുള്ളവനാകണം. റസൂൽ ജനങ്ങളോട് പറയുന്നു നിങ്ങൾ തഖ്വയുള്ളവരാകണം. എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം അതാണ്. റസൂൽ പറഞ്ഞത് റഅസുൽ അംർ, കാര്യങ്ങളുടെ തല അതാണ് എന്നാണ്.
എന്ത് കാര്യമായാലും ആ കാര്യങ്ങളുടെ ഏറ്റവും വലിയ ഹെഡ്, തല, അത് തഖ്വയാണ്. തഖ്വയെക്കുറിച്ച് നമുക്കറിയാം, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ഒറ്റ വാക്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുകയും നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ. മലയാളത്തിൽ അതിനൊരു പരിഭാഷ പറയാൻ പറ്റുമെങ്കിൽ സൂക്ഷ്മത എന്നത് മാത്രമാണ്. ഭക്തി എന്നോ ഭയമെന്നോ ഭയഭക്തി എന്നോ ആ വാക്കിന് അർത്ഥമില്ല. തഖ്വ എന്ന അറബി വാക്കിന് ആ അർത്ഥമില്ല. പക്ഷെ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോരാറ്. പറയുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷെ നല്ല കാര്യമാണല്ലോ, അതുകൊണ്ട് വിരോധമല്ല. അതല്ല തഖ്വ. തഖ്വ എന്നത് ഭയമല്ല, തഖ്വ എന്നത് ഭക്തിയല്ല, തഖ്വ എന്നത് ഭയഭക്തിയും അല്ല. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇതാ അമർത്തുക്കും വിഷയിൻ, പലതും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ ഫഅ്തൂമിന്നു മസ്തതഅ്തും, നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ അത് കൊണ്ടുവരണം, പറഞ്ഞാൽ കഴിയുന്നത് ചെയ്യണം. അങ്ങനെയാണ് നബി പറഞ്ഞത്. അതേസമയം ഇതാ നഹയ്തുക്കും, പലതും ഞാൻ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കുകയും വേണം. ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. കഴിവിനപ്പുറം കൽപ്പിക്കലില്ലല്ലോ. അള്ളാഹും കൽപ്പിക്കൂല, അള്ളാഹു കൽപ്പിക്കില്ലെങ്കിൽ റസൂലും കൽപ്പിക്കും. അള്ളാഹുവും റസൂലും കഴിവിനപ്പുറം കൽപ്പിക്കുകയില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിയാറുകളിൽ ആർക്കും മനുഷ്യന്റെ കഴിവിനപ്പുറം ഒരു കൽപ്പനയും പുറപ്പെടുവിക്കുവാൻ പാടുള്ളതല്ല. ആരായാലും, എത്ര ഉന്നതമായ സ്ഥാനത്തുള്ളവരായാലും അത് ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തേണ്ട മനുഷ്യരുടെ കഴിവിനപ്പുറമുള്ള ഒന്ന് കൽപ്പിക്കുവാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല, റസൂലും അനുവാദം കൊടുത്തിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ അതാണ് തഖ്വ. അറബിയിൽ അതിന് കൊടുത്ത നിർവചനം ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അള്ളാഹു കൽപ്പിച്ചത് നടപ്പിലാക്കുക, വിരോധിച്ചത് ഒഴിവാക്കുക. ഒറ്റ വാക്കിൽ അതിനൊരു പരിഭാഷ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിർവചനത്തിലൂടെ തഖ്വയെ വിവരിച്ചത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. അള്ളാഹു ഏകിയതെടുക്കുകയും ഇണങ്ങിയത് ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന തഖ്വയുടെ പരിഭാഷ. അത് ജാമ്യവും മാന്യവുമായ അതിന്റെ തഅരീഫാണ്. അതിനപ്പുറം അതിനെ ഒരു വിശദീകരണം നൽകാൻ കഴിയില്ല. പിന്നെ ഭയഭക്തി എന്നൊക്കെ ആളുകൾ പരിഭാഷ പറയാറുണ്ട്. വിരോധമൊന്നുമില്ല, അതൊക്കെ തഖ്വയിൽ പെട്ടത് തന്നെയാണ്. കൂടുതൽ വിശദീകരിക്കാതെ രണ്ടാമത് പറഞ്ഞ വസിയത്ത് പറയുക. ഖുർആൻ നീ വായിക്കണം, അള്ളാഹു ചെയ്യണ വസിയത്ത്. അത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നല്ലതാണ്. ഖുർആൻ നിനക്ക് ഭൂമിയിൽ വെളിച്ചമാണ്, ഉപരിലോകത്തോ ആ ഖുർആൻ നിനക്കൊരു നിക്ഷേപവുമാണ്. ഭൂമിയിൽ നിന്നെ വെളിച്ചം, ഉപരിയിൽ നിനക്ക് അതൊരു നിക്ഷേപവുമാണ്. ഉപരിയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പരലോകത്തിലെ ആയിരിക്കാം. മൂന്നാമത് പറയുന്നത് കൂടുതൽ നീ ചിരിക്കരുത്, കൂടുതൽ പുളകം കൊള്ളരുത്, കൂടുതൽ ആഹ്ലാദിക്കരുത്, കൂടുതൽ അടിപൊളി ആകരുത്. അങ്ങനെയാണല്ലോ ഇപ്പൊ പ്രയോഗിക്കുന്നത്. അത് നിന്റെ മനസ്സിനെ കൊല്ലും.
നിന്റെ മുഖത്തിന്റെ പ്രകാശം ഇല്ലാതാക്കുകയും ചെയ്യും. മുഖത്തിന്റെ വെളിച്ചമില്ലാതാക്കും. നാലാമത് പറയുന്നത്, നീ ജിഹാദ് നടത്തണം. എന്റെ ഉമ്മത്തുകളിലെ ആളുകൾ അവരുടെ സന്തോഷമുള്ള കാര്യമാണ് ജിഹാദ്. സാധാരണ നമ്മൾ ഏതെങ്കിലും നാട്ടിലേക്കോ രാജ്യത്തേക്കോ ഒക്കെ പോവുമല്ലോ, ഉല്ലാസയാത്ര. ആ ഉല്ലാസയാത്രക്ക് പകരം നിങ്ങൾ നടത്തേണ്ടത് ജിഹാദാണ്. എന്ന് മാത്രമല്ല, ആ ജിഹാദാണ് എന്റെ ഉമ്മത്തിന്റെ റഹ്ബാനിയത്ത്. പിന്നെ പറയുന്നത്, സാധുക്കളെ നീ സ്നേഹിക്കണം. സാധുക്കളെ സ്നേഹിക്കുക. സാധുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ഗുണമാണ്. അവരുടെ കൂടെ ഇരിക്കണം, അവരോട് സഹവസിക്കണം. അതാണ് നീ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ ഉപദേശമാണ്. ആ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കും തരികയാണ്. പിന്നെ അള്ളാഹിന്റെ റസൂൽ പറയുന്നത്, ആറാമത്തത്, നിന്നെക്കാൾ താഴെയുള്ള ആളുകളെ നോക്കണം, എന്നെക്കാൾ മുകളിലുള്ളവരെ അല്ല നോക്കേണ്ടത്. ഏഴാമത് പറയുന്നത്, സത്യമേ പറയാവൂ, അത് കയ്പുള്ളതായിരിക്കും. സത്യം പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ അതൃപ്തി നേടേണ്ടി വരും. ചിലപ്പോൾ ചിലരുടെയൊക്കെ തൃപ്തി ഉണ്ടായെന്ന് വരാം. സത്യമാണ് നീ പറയേണ്ടത്. അത് മുറാണെങ്കിൽ ശരി, കയ്പുള്ളതാണ്. അതേപോലെ തന്നെ നീ ചെയ്യുന്ന ഒരു കാര്യം വേറൊരാളോട് ചെയ്യരുത് എന്ന് പറയരുത്. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് വേറൊരാളോട് നിങ്ങളെ ചെയ്യരുത് കേട്ടോ എന്ന് പറയരുത്. അത് പറയുകയാണെങ്കിൽ നീ ആ ചെയ്യൽ ഒഴിവാക്കണം. വളരെ ചുരുക്കം, നീ ചെയ്യാത്തത് മറ്റുള്ളവരോട് ചെയ്യാൻ പറയരുത്. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് മറ്റുള്ളവരിൽ കാണുമ്പോൾ അത് തിരുത്താനും പോകരുത്. മറ്റുള്ളവരെ തിരുത്തുന്നതിന് മുമ്പ് നീ തിരുത്തപ്പെടണം. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുമ്പ് നീ ഉപദേശം സിദ്ധിക്കണം. ഉപദേശം സ്വീകരിച്ചാളാണ്. പിന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയോട് പറയുകയാണ്, അബൂദർറെ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. ചിന്തിക്കുക എന്ന സംഗതിയാണ് ബുദ്ധിയുടെ ഏറ്റവും നല്ല പണി. ചിന്തിക്കുന്നില്ലെങ്കിൽ ബുദ്ധി പിന്നെ ഉപയോഗമില്ലാത്തതാവും. അതേപോലെ സൂക്ഷ്മത എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അത് ആളുകളുടെ ഒന്നും ആവശ്യപ്പെടാതിരിക്കലാണ് സൂക്ഷ്മത. തറവാട് മഹിമ എന്നൊക്കെ നീ വിചാരിക്കുന്നുണ്ടല്ലോ, സൽസ്വഭാവമാണ് ഏറ്റവും വലിയ തറവാട്. 8-9 ഉപദേശങ്ങൾ അത് വസിയത്തായിട്ടാണ് പ്രവാചകൻ പറയുന്നത്. പ്രവാചകന് കിട്ടിയ വസിയത്താണ്, നമ്മൾ നടപ്പിലാക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുമാണ്. ഇവിടെയാണ് അള്ളാഹു പറഞ്ഞ ഈ ആയത്ത് നമ്മൾ ഓർക്കേണ്ടത്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നിന്റെ കൂടെയുള്ള ആളുകളിൽ അലിഞ്ഞു ചേരാൻ നിനക്ക് കഴിഞ്ഞത്. അള്ളാഹു അവന്റെ റസൂലിനോട് പറയുന്നു, റസൂല് നായകനാണ്. അവ ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നായകനുള്ള ഉപദേശം പഠിച്ച തമ്പുരാൻ, നീ അവരിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ലാന എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അലിഞ്ഞു ചേർന്നു. അലിഞ്ഞു ചേരുക എന്ന് പറഞ്ഞാൽ അവരിൽ ഒന്നായി ഉരുകിച്ചേർന്നു എന്നാണല്ലോ.
ഒരു വ്യത്യാസവുമില്ലാതെ ഒരു വേർതിരിയലുമില്ലാതെ അവരിൽ ഒരാളായി. നീ അവരിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. താങ്കൾ അതിനെതിരിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്ന ആളായിരുന്നെങ്കിലോ, ഗൗരവത്തോടുകൂടി മാത്രം ജനങ്ങളെ നോക്കിക്കാണുന്ന ആളായിരുന്നെങ്കിലോ, മനുഷ്യന്റെ വേദനകളും യാതനകളും അറിയാതെ അവരോട് പരുഷമായി പെരുമാറിയിരുന്ന ഒരാളായിരുന്നെങ്കിലോ, താങ്കളുടെ ഹൃദയത്തിന് ലോലതയില്ലായിരുന്നുവെങ്കിൽ, കഠിന മനസ്സിന്റെ ഉടമയായിരുന്നുവെങ്കിൽ, സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നോ, ഇവരൊക്കെ എഴുന്നേറ്റ് പോകും. ആരും ഉണ്ടാവില്ല അവിടെ. താങ്കളുടെ കൂടെ ആരും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഈ മനസ്ഥിതിയും ഈ സവിശേഷമായ ഗുണവും താങ്കൾക്ക് ലഭിച്ചിരിക്കും. ഇനി താങ്കൾ ചെയ്യേണ്ട കാര്യം ഫഅഫു അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം. വസ്തഗ്ഫിർ ലഹും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും വേണം. മാപ്പ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന പണി താങ്കൾ ചെയ്യുന്നതാണ്. അത് താങ്കളുടെ പ്രവർത്തനങ്ങളിൽ താങ്കളോട് സഹകരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താങ്കൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കാം. പക്ഷേ അത് പടച്ചവനുമായി ബന്ധപ്പെട്ട ഒരു കുറ്റമാണെങ്കിലോ അത് താങ്കളല്ലല്ലോ പുറത്തു കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആ തെറ്റ് ചെയ്ത ആൾക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുമായി പ്രവാചകന്റെ മനസ്സിൽ ഒരു പോറലുമില്ല, ഒരു പ്രയാസവുമില്ല. അള്ളാഹുവേ, എന്നോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്ത തെറ്റ് ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പഠിച്ചവനെ, നിന്നോടാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നീ അവന് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ആ മനസ്സിൽ എന്തുമാത്രം നിഷ്കളങ്കത. തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ മാപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് മാപ്പ് ചെയ്ത് കൊടുക്കണ്ടില്ലല്ലോ. അവർക്ക് വേണ്ടിയാണല്ലോ പൊറുക്കലിനെ തേടുന്നത്. എന്നിട്ട് ഈ തെറ്റ് ചെയ്ത നിന്റെ അനുയായികളിൽപ്പെട്ട ആളുകളോട് വശാവിറുഹും ഫിൽ അംർ, ലോകത്ത് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ അവരോട് കൂടിയാലോചിക്കണം. കഴിഞ്ഞ ജീവിതത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നാളിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റുകാരനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പല മോശത്തരവും ഉണ്ടായിട്ടുണ്ട്. ആ മോശത്തരം ഉണ്ടായതൊക്കെ പുറത്തു കൊടുത്ത് മാപ്പ് ചെയ്തു കൊടുത്ത് പഠിച്ചവനോട് പൊറുക്കലിനെ തേടിയ ശേഷം അവരോട് കൂടിയാലോചിക്കാൻ അള്ളാഹു കൽപ്പിക്കുക. അവർ തെറ്റ് സംഭവിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നതല്ല, അദ്ദേഹത്തെ അനഭിമതനായി കാണുക എന്നതുമല്ല. മാപ്പ് ചെയ്തു കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അവനോടും കൂടി ആലോചിക്കണം. എത്ര വിശാലമായ ഒരു വീക്ഷണം ഇസ്ലാമിന്റെ നേതാവിന് പടച്ചതമ്പുരാൻ നൽകുന്നു. ഇതെന്തിനാണ്? ആ നേതാവിന്റെ കാൽപ്പാടുകൾ പിൻപറ്റി മനുഷ്യ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്കെല്ലാം ഉണ്ടാകേണ്ട സവിശേഷമായ ഒരു ഗുണമായതുകൊണ്ടാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പ്രവാചകന്റെ മാതൃക തള്ളിക്കളഞ്ഞു. പ്രവാചകന്റെ മാതൃക തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രവാചകന്റെ സന്ദേശം സമർപ്പിക്കുവാൻ ശ്രമിക്കുന്നതെങ്കിൽ പ്രവാചകന്റെ സന്ദേശമല്ല ജനങ്ങളിലെത്തുക. ആരാണോ മാർഗദർശനം നൽകുന്നത് അവരുടെ താല്പര്യങ്ങളാണ് ജനങ്ങളിലെത്തുക. അത് വലിയ അകൽച്ചയുണ്ടാകും. എന്തിൽ നിന്നാണ് അകൽച്ച ഉണ്ടാവുക? അള്ളാഹുവിന്റെ ദീനാകുന്ന ഇസ്ലാമിന്. പ്രവാചകൻ ഉപദേശിച്ച ചില ഉപദേശങ്ങളിൽ പ്രത്യേകമായി പ്രവാചകൻ പറഞ്ഞത്
അല്ലാഹു എന്നോട് ഉപദേശിച്ചല്ലോ, അത് നിങ്ങളെയും ഞാൻ അറിയിക്കുകയാണ്. ആ ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നോട് അക്രമം കാണിച്ച ആളുകളോട് ഞാൻ നല്ല നിലയിൽ പെരുമാറുക എന്നത്. എനിക്ക് തരാത്തവരോടും എനിക്ക് തടഞ്ഞവരോടും വെറുപ്പ് തോന്നുകയല്ല, അവർക്ക് ഞാൻ കൊടുക്കുക എന്നത് അല്ലാഹുവിന്റെ ഉപദേശമാണ്. ആ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണത്. എന്നോട് അക്രമം കാണിച്ച ആളോട് നീതി പുലർത്തുക, എനിക്ക് തരുന്നത് തടഞ്ഞവർക്ക് കൊടുക്കുക, എന്നോട് ബന്ധം മുറിച്ചവരോട് ബന്ധം സ്ഥാപിക്കുക. പറയാൻ എളുപ്പമുള്ളതും ജീവിതത്തിൽ നടപ്പിലാക്കാൻ പ്രയാസമുള്ളതുമാണ്. അങ്ങനെ മനുഷ്യരുമായി വൈരാഗ്യമില്ലാതെ, വെറുപ്പില്ലാതെ, ശത്രുതയില്ലാതെ പെരുമാറുവാൻ കഴിയുക എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഞങ്ങൾ വായിച്ചു കാണും, ഇപ്പൊ അടുത്ത് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ കമല സുറയ്യ, അവരുടെ സവിശേഷ ഗുണങ്ങളിൽ ഒന്ന്, അവരാരെയും കുറ്റപ്പെടുത്താറുണ്ടായിരുന്നില്ല, ആരെയും ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല. അവരെ ആക്ഷേപിക്കുന്നവരെ കുറിച്ച് അവർക്ക് വെറുപ്പായിരുന്നില്ല, ഇഷ്ടമായിരുന്നു. അവരെക്കുറിച്ച് വേണ്ടാത്തത് പറയുമ്പോൾ മക്കൾക്കൊക്കെ ദേഷ്യം വന്ന മക്കളോട് പറയുമായിരുന്നത്രേ, എന്തിനാ മക്കളെ നിങ്ങൾ അങ്ങനെ പെരുമാറുന്നത്? അതായിരുന്നു അവരുടെ സ്വഭാവം. പരമ്പരാഗതമായി ദീനുൽ ഇസ്ലാമിൽ ജനിച്ചു വളർന്ന നമുക്ക് കിട്ടാത്ത ചില ഗുണങ്ങൾ ആ വലിയ മഹദിക്ക് ഉണ്ടായിരുന്നു. ഒരു മഹാപണ്ഡിതൻ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വലിയ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ സയ്യിദ് അബുൽ ആല മൗദൂദിയെ വിമർശിക്കുമ്പോൾ ആരെങ്കിലും മറുപടി പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ എന്തിനാ അതിന് മറുപടി പറയും? എനിക്ക് കിട്ടുന്ന പ്രതിഫലം നിങ്ങൾ ഇല്ലാതാക്കുന്ന എന്തിനാ? ആ മഹാൻ ഒരിക്കൽ പോലും ആരെയും കുറ്റപ്പെടുത്തി എവിടെയും എഴുതിയിട്ടില്ല. അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നെ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾ വിറ്റൊരുപാട് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒരു സംഘടനയോ അദ്ദേഹം വിമർശിച്ചില്ല, ആക്ഷേപിച്ചതുമില്ല. അദ്ദേഹം തനതായ ഇസ്ലാമിനെ അവതരിപ്പിച്ചു. പ്രവാചകന്മാരുടെ സ്വഭാവവും അതുതന്നെയായിരുന്നു. മനുഷ്യ സമൂഹത്തിന് ദോഷകരമായി വല്ലതുമുണ്ടെങ്കിൽ അതിനെ നിരൂപണം ചെയ്യുക എന്നല്ലാതെ നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. പ്രവാചകന്മാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഉണ്ടായിരുന്നില്ല. പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്ന പ്രവാചകനോട് അള്ളാഹു പറഞ്ഞത്, നിന്റെ മുമ്പിലുള്ള മനുഷ്യരോട് പറയേണ്ടത് ഇങ്ങനെയാണ്: ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലോ ദുർമാർഗത്തിലോ ആണ്. ഞങ്ങൾ സന്മാർഗത്തിലാണ്, നിങ്ങൾ ദുർമാർഗത്തിലാണ് എന്നതല്ല. ഖുർആനാണ് ഈ പറയുന്നത്. ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സന്മാർഗത്തിലോ ദുർമാർഗത്തിലോ ആണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങളെക്കുറിച്ച് നിങ്ങളെ ചോദ്യം ചെയ്യുകയില്ല. നിങ്ങൾ ചെയ്യുന്ന
പ്രവൃത്തികളെക്കുറിച്ച് ഞങ്ങളെയും ചോദ്യം ചെയ്യുകയില്ല. എന്തൊരു ശൈലി! ഞങ്ങളോ നിങ്ങളോ ഒന്നുകിൽ സന്മാർഗത്തിലോ ദുർമാർഗത്തിലോ ആണ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ കുറ്റങ്ങളെക്കുറിച്ച് നിങ്ങളെ അല്ലാഹു ചോദ്യം ചെയ്യൂല. നിങ്ങളിൽ നിന്ന് വന്ന കുറ്റങ്ങളെക്കുറിച്ച് ഞങ്ങളെയും ചോദ്യം ചെയ്യൂല എന്നാണല്ലോ അതിന്റെ നല്ല ശൈലി. എന്റെ കോർവ എങ്ങനെയല്ലേ? പക്ഷെ അതല്ല പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് ഞങ്ങളെ ചോദ്യം ചെയ്യൂല. ഞങ്ങളോട് അത് ചോദിക്കൂല. നിങ്ങളുടെ ഭാഗത്ത് കുറ്റമുണ്ട് എന്ന് പോലും പറയുന്ന ശൈലി ഒരു ദാഇയുടെ ശൈലിയല്ല എന്നാണ്. وَإِنَّا وَإِيَّاكُمْ لَعَلَىٰ هُدًى أَوْ فِي ضَلَالٍ مُّبِينٍ قُلْ لَا تُسْأَلُونَ عَمَّا أَجْرَمْنَا وَلَا نُسْأَلُ عَمَّا تَعْمَلُونَ. ഒരു പ്രബോധകന്റെ ഉന്നതമായ സംസ്കാരം. യഥാർത്ഥത്തിൽ പ്രവാചകന്മാര് സന്മാർഗത്തിലാണ് എന്നതിൽ തർക്കമില്ലല്ലോ. എന്നിട്ടും അങ്ങനെയല്ല അഭിസംബോധന ചെയ്യേണ്ടത്. പ്രവാചകന്മാരുടെ പരിശുദ്ധമായ പാതയിൽ നിന്ന് വ്യതിചലിച്ചു നിൽക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീൻ സമർപ്പിക്കുന്ന പ്രവാചകനോട് ഇങ്ങനെയാണ് താങ്കൾ പറയേണ്ടത് എന്ന് അള്ളാഹു കൽപ്പിക്കുക. ഇനി നമ്മളെക്കുറിച്ച് വിലയിരുത്തുകയാണ് വേണ്ടത്. അത് ഞാനല്ലല്ലോ വിലയിരുത്തേണ്ടത്. ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തും. നമ്മുടെ ശൈലി എന്താണ്? നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്ത്? വല്ലാതെ പ്രയാസം തോന്നും ചിലപ്പോൾ നമുക്ക്. അതുകൊണ്ട് അത് വിടുക. മനുഷ്യരുടെ കർമ്മമാണ്, മനുഷ്യരുടെ ജീവിതമാണ് പടച്ചതമ്പുരാന്റെ മുമ്പിലുള്ള സാക്ഷി. നാവല്ല ജീവിതമാണ്. നാവ് കൊണ്ട് ആർക്ക് എത്ര നല്ലത് വേണമെങ്കിലും ആവാം. ജീവിതം കൊണ്ട് നല്ലതായി തീരാനാണ് പ്രയാസം. അതുകൊണ്ട് അങ്ങനെ ആവാൻ നമ്മൾ ശ്രമിക്കുക. എങ്കിൽ ലോകം മുഴുവൻ നിറഞ്ഞ് തുളുമ്പുന്ന ഇസ്ലാമിന്റെ സന്ദേശം, നമ്മുടെയൊക്കെ മനസ്സിലെ പ്രതീക്ഷ, ഈയിടെ അടുത്ത് മരിച്ചുപോയ കമലാസുരയ്യയുടെ പ്രതീക്ഷ, അവരുടെ മകനത് പറയുന്നു, ആ ഇസ്ലാമാണ് നമ്മുടെ കൈവശമുള്ളതെങ്കിൽ അത് ലോകം നിറഞ്ഞു തുളുമ്പും. പക്ഷേ നമുക്ക് ആ ഇസ്ലാം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. വല്ലാത്ത വേദനയുണ്ട്. നമുക്ക് ആകെ കണ്ടെത്താൻ കഴിഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറ്റായ പ്രചരണങ്ങളും തോന്നലുകളും ധാരണകളും തെറ്റിദ്ധാരണകളും. അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മൾ ശുദ്ധീകരിക്കണം. എന്നാൽ നമുക്ക് ഒരുപാട് നേടാൻ കഴിയും. ഈ ലോകം നിരാശപ്പെട്ട് കിടക്കുകയാണ്. ആശ അള്ളാഹുവിന്റെ ദർശനത്തിൽ മാത്രമാണ്. ആ ദർശനമാണ് നമ്മുടെ കൈവശമുണ്ടെന്ന് നാം ധരിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുത്ബയിൽ ഞാൻ കേരളത്തിലെ ഒരു വലിയ പാർട്ടിയിലെ ഒരു വലിയ നേതാവിനെ പേര് പറയാതെ, പാർട്ടിയുടെ പേര് പറയാതെ, അദ്ദേഹത്തിന്റെ ഒരു നിലപാട് നിരൂപണം ചെയ്തിട്ടുണ്ട്. ആ നിരൂപണത്തിന് ഞാൻ ഒരുങ്ങിയപ്പോൾ ഒരു വാചകം ഞാൻ പറഞ്ഞു. 66, 67 വയസ്സുവരെ ഭൂമിയിൽ ജീവിച്ച ഞാൻ ഒരു പാർട്ടിയും ജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല. അതെന്തിനാ ഞാൻ പറഞ്ഞത്? അത് ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിരൂപണം ചെയ്യാനല്ല, അവരെ കുറ്റപ്പെടുത്താനുമല്ല. ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ടല്ല ഈ വിമർശനം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഞാൻ UDF-ന്റെയോ LDF-ന്റെയോ ആളല്ല. അങ്ങനെ തുറന്നാണ് പറയട്ടെ. അപ്പൊ ഞാനിത് പറയുമ്പോൾ മറ്റവർക്ക് തോന്നും, ലീഗർക്കോ അല്ലെ കോൺഗ്രസ്സുകാർക്കോ തോന്നും, ഓ നമ്മളെ ആളാണ് കേട്ടി. അങ്ങനെ നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ. അല്ല, ഞങ്ങൾക്കെതിരിലാണ് കേട്ടിയുള്ളത് എന്ന് മറ്റവർക്കും തോന്നാതിരിക്കാൻ. എനിക്ക് അത്തരം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു നാണയത്തിന്റെ രണ്ട് പുറം എന്നതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യവും ഞാൻ കാണുന്നില്ല.
അതുകൊണ്ട് തികച്ചും നിഷ്പക്ഷനായി നിന്നുകൊണ്ടാണ് ഞാൻ ദൈവീക ദർശനത്തിൽ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്തു, ചരിത്രത്തിൽ ഭരണാധികാരികളെ വിചാരണ ചെയ്തത് പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാന്റെ ദർശനത്തിലല്ലാതെ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം വേറെ എവിടെയുമില്ല എന്ന് അറിയിക്കാൻ വേണ്ടി നിഷ്പക്ഷനായിട്ട് പറഞ്ഞതാണ്. വെറുതെ തെറ്റിദ്ധരിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ ഇലക്ഷൻ നയത്തെ വിമർശിക്കുകയാണ് കേട്ട് ചെയ്തത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഇലക്ഷൻ നയം എന്താണെന്ന് ജമാഅത്തുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, വോട്ട് ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് മാത്രമേ ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചിട്ടുള്ളൂ. വോട്ട് ചെയ്യണമെന്ന് ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചിട്ടില്ല. വോട്ട് ചെയ്യാൻ പാടില്ല എന്ന ഒരു നിയമമുണ്ടായിരുന്നു. ആ നിയമം എടുത്തു കളഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാം, അത്രേ ജമാഅത്ത് തീരുമാനിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ തീരുമാനത്തിന് എതിരിൽ ഞാൻ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. വോട്ട് ചെയ്യണമെന്ന് എന്നോട് എന്റെ പാർട്ടി പറഞ്ഞിട്ടില്ല, ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ല, ചെയ്യാൻ പാടില്ല എന്ന നിരോധം മാത്രമേ ജമാഅത്ത് ഇസ്ലാമി എടുത്തു കളഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ജമാഅത്ത് ഇസ്ലാമിയുടെ ഇലക്ഷൻ നയത്തെ നിരൂപണം ചെയ്യുന്നതല്ല. ഒരു പാർട്ടിയുടെ വലിയ നേതാവിന്റെ നയത്തെ വ്യംഗ്യമായി നിരൂപണം ചെയ്തപ്പോൾ വേറെ ഏതോ ഒരു പാർട്ടിയിലാണ് ഞാനുള്ളത് എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് അത് പ്രചരണം നടത്തി ആരെയും ഇകഴ്ത്തുകയോ താഴ്ത്തുകയോ ഉയർത്തുകയോ ചെയ്യരുത്. വിനീതമായ ഒരപേക്ഷ. മറ്റൊരു കാര്യം, പിന്നെ ഒരു സഹോദരൻ, നല്ല യുവാവ്, അദ്ദേഹത്തിന്റെ കിഡ്നികൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിവെക്കാനുള്ള സംവിധാനമൊക്കെ പോലുണ്ട്. കുറെ കാശ് അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നല്ല യുവാവാണ്, 36 വയസ്സ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം അതിന്റെ ആളുകൾ ഇവിടെ ഉണ്ട്, ചെയ്യണം. പ്രബോധനത്തിലും മാധ്യമത്തിലുമൊക്കെ, ഗൾഫ് മാധ്യമത്തിലുമൊക്കെ പരസ്യം ചെയ്ത് ഏതാണ്ട് 3-4 ലക്ഷത്തോളം ഉറുപ്പിക അവർ ശേഖരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യണം എന്ന ഒരു അപേക്ഷയും അതിന്റെ കൂടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.